ഇതൊരു ഹാഫ് kg സ്പാനിഷ് ഡിലൈറ്റ് ഫ്ലേവർ ആയിരുന്നേ. നമുക്ക് കസ്റ്റമർ ഒരു റെഫറൻസ് തന്നിരുന്നു, അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. കസ്റ്റമർ വേറെ ആരുമല്ല, നമ്മുടെ കസിൻ ബ്രദർ തന്നെയാണ്. ബ്രദറിൻ്റെ വൈഫിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ആൾ എന്നോട് റെഫറൻസ് പറഞ്ഞിരുന്നു. ആ റെഫറൻസിനനുസരിച്ച് എങ്ങനെയൊന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇത് കൺഫേം ആയിട്ടൊരു ഓർഡർ നമുക്ക് പറയുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് സാറ്റർഡേ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2-2:30 ആകുമ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യണം. അപ്പോൾ അതിനൊരു ഐഡിയ ആയിട്ട് അതിനകത്ത് വെക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ ഈ പിക്കിൽ കാണുന്ന പോലെ ഒരു ഹാപ്പി ആനിവേഴ്സറി ഇങ്ങനെ സ്ലൈസായിട്ട് വരണം. ഇതായിരുന്നു അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ്. അപ്പം അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഈ ഒരു ചെറിയൊരു പിക്കായിട്ട് ഇങ്ങനെ പ്രിൻ്റ് എടുക്കണം. അപ്പം ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ മോളും കൂടെ, അപ്പോൾ ഞാൻ അവളെപ്പറ്റി ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ചില കാര്യങ്ങളിൽ ഈ ഫോണ്ടൻ്റ് വർക്കാണെങ്കിലും ബിസി ഷെഡ്യൂൾ ഉള്ളപ്പോഴൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ. ആൾ നന്നായിട്ട് വരയ്ക്കും. ഞങ്ങൾ ഇന്നലെ കേക്ക് ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ടൗണിൽ പോകണമായിരുന്നു. അപ്പോൾ അവൾ +1 ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ടെക്സ്റ്റൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ആസാദ് ബുക്ക് സ്റ്റാൾ തൊടുപുഴയിലൊക്കെ പോയി കറങ്ങിയൊക്കെ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കഷൻ വഴിക്കുക ഞങ്ങൾ ഈ കേക്കിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ എന്നോട് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാനിത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളെനിക്ക് വരച്ച് മൊത്തം ആ വെക്കാനുള്ള സംഭവങ്ങൾ മൊത്തം സെറ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഞാൻ കേക്ക് ഫിനിഷ് ചെയ്ത് ചെറിയൊരു റെഡ് ഹാർട്ടൊക്കെ കൊടുത്ത് 2 പേരുടെ പേരും എഴുതി. അതിനകത്ത് വരച്ചിരിക്കുന്നതിനകത്തും അടിയിൽ അബ്സോർബ് ആവാതിരിക്കാൻ ടേപ്പ് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്